ശ്രീ ആർ വി ബാബു, ഇവിടെ BJP ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ കന്യാസ്ത്രീകൾ നിരപരാധികളാണ്, അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് ശരിയല്ല, അത് തെറ്റിദ്ധാരണ കാരണം ഉണ്ടായതാണ് എന്ന്. ഹിന്ദു ഐക്യവേദി ഇതിനോട് യോജിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല ബാബു, കേൾക്കുന്നില്ല. കേൾക്കാം കേൾക്കാം. അന്യമായിട്ടേ ഈ കേസിനെ കുറിച്ച് ഒരു ഏത് കേസായാലും കേസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പ്രതിയാക്കപ്പെട്ട ആളുകൾ അവര് പ്രതിയല്ല, അവർ നിരപരാധികളാണ് എന്ന് പറയേണ്ടത് പുറത്തുള്ളവരാണ്. പുറത്തുള്ളവർക്ക്, ആ കക്ഷികളോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, അവരുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവർക്കൊക്കെ പറയാം. പക്ഷേ സർക്കാരിനോ പോലീസിനോ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കും. സർക്കാരും പോലീസും കേസ് അന്വേഷിച്ച് അതിന്റെ അന്തിമഘട്ടത്തിലാണ് അവർ നിരപരാധികളാണോ അപരാധികളാണോ ഒക്കെ പറയേണ്ടത്. അതിനു മുൻപേ തന്നെ ജമ്പിങ് ടു ദ കൺക്ലൂഷൻ എന്ന് പറയുന്ന പോലെ ഇവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് നിഗമനത്തിലെത്താൻ പറ്റുക? അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നത് തെറ്റാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ നിരപരാധികളാണോ അപരാധികളാണോ എന്ന് പറയുന്നത് കോടതിയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടെ ഈ കേസ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു? ഇവിടെ നേരത്തെ സിസ്റ്ററൊക്കെ പറഞ്ഞു, ഒരു പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടികൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ യാതൊരു ID ഉണ്ടായിരുന്നില്ല. അവരാരാണ്? ആ കുട്ടികൾ ആരാണ്? അവരെവിടെ നിന്ന് വന്നു? അവർക്ക് പ്രത്യേകം ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നോ? അവരെ കൊണ്ടുവന്ന് വിട്ടതാരാണ്? അതിനെ സംബന്ധിച്ച് വിരുദ്ധ മൊഴിയില്ലേ? പെൺകുട്ടികൾക്ക് തന്നെ വിരുദ്ധ മൊഴികൾ ഉണ്ടായില്ലേ? അപ്പോൾ തികച്ചും സംശയാസ്പദമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത്. നിയമമുണ്ട്, 2013 പാസാക്കിയ നിയമമാണ്. ആ നിയമം എന്താണ്? ആ നിയമം ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി ആക്ട് 2013 ഒരു ആക്ടാണ്. ആ ആക്ടിൽ കൃത്യമായിട്ട് ഛത്തീസ്ഗഡിൽ നിന്നും പുറത്തേക്ക് എംപ്ലോയ്മെന്റിനോ മറ്റോ രീതിയിൽ കൊണ്ടുപോകാൻ, അത് വ്യക്തികൾ കൊണ്ടുപോയാലും ഏജൻസി കൊണ്ടുപോകുമ്പോഴും കൃത്യമായിട്ട് അതിനകത്ത് ഏജൻസിക്കാണെങ്കിൽ ലൈസൻസ് വേണം. അതിൽ കൺട്രോളിംഗ് അതോറിറ്റി ഉണ്ട്, കൺട്രോളിംഗ് അതോറിറ്റി അറിയിക്കണം. യാതൊരു പ്രൊസീജിയറും പാലിക്കാതെ 3 പെൺകുട്ടികളെ കൊണ്ടുപോകുക. അവരാണെങ്കിലോ ഹിന്ദുക്കളാണ് പേരിൽ. അവരുടെ പേരിൽ ഹിന്ദുക്കൾ, അവര് ഇരിക്കുന്നു, അവർ വിട്ടിരിക്കുന്നു. അങ്ങനെ ശരി, ഞാൻ വരാം ശ്രീ ആർ വി ബാബു. ചില സാങ്കേതിക പ്രശ്നമുണ്ട്.